അപ്പോൾ എങ്ങനെ വോട്ട് ചെയ്യാൻ പോകല്ലേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് മികച്ച ഭരണം കാഴ്ചവെച്ച LDF തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്? അതോ ഇനി UDF ആ UDF കൊടുക്കാമല്ലേ? 2 വർഷം LDF ഭരിച്ചില്ലേ, ഇനി അടുത്ത് UDF കൊടുക്കാം. ആർക്ക് കൊടുത്താലും വേണ്ടില്ല, BJP കൊടുക്കരുതേ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ വർഗീയതയുള്ളൊരു പാർട്ടി ലോകത്തെങ്ങുമില്ല. എന്തെന്നാണ് ഇത്? നമ്മുടെ നാട് കടം കയറി മുടിഞ്ഞ് പണ്ടാറ അടങ്ങിയാലും വേണ്ടില്ല, ആ വർഗീയത ചുമക്കുന്ന BJP നമുക്ക് വേണ്ട. ശരിയല്ലേ? ഇതല്ലേ നിങ്ങളുടെ തീരുമാനം? അതങ്ങനെയാണ് വേണ്ടത്. നമുക്ക് കോൺഗ്രസിന്റെ ഒരു വരയും കാണാം. ഇത് സ്ത്രീകൾക്കുള്ള UDFന്റെ ആദരവാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും. പിന്നെ അല്ലാതെ അങ്ങനെ സ്ത്രീകൾക്ക് KSRTC ബസ് സൗജന്യ യാത്രകൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ മുന്നേറിയല്ലോ. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രകൾ കൊടുത്തു കഴിഞ്ഞാൽ പൂർത്തിയായി, ബാക്കിയെല്ലാം ഓക്കെ ആയല്ലോ. അതായത് തോന്നക്കൽ പഞ്ചായത്തിലെ അരി മൊത്തം നമ്മൾ പെറുക്കിയെടുത്തു. ഇനി കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ വീടും കൂടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നേറി. ഇനി KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ അനുവദിച്ചു കഴിഞ്ഞാൽ പൂർത്തിയായി. അരേ വാ മാവേലി നാട് വാണിടും കാലം. അതായി. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ പരസ്യത്തിൻ്റെ അവസാനം വരുന്ന കോൺഗ്രസിൻ്റെ കൊടി ശ്രദ്ധിച്ചായിരുന്നോ? ആ കൊടിയുടെ നീളം ശ്രദ്ധിച്ചായിരുന്നോ? ആ കൊടിയിൽ എന്തുമാത്രം കളറുണ്ടായിരുന്നോ ശ്രദ്ധിച്ചോ? നോക്കേ, ഇതുണ്ടോ? കണ്ടോ പച്ച, നീല, ചുമല, കറുപ്പ്, അങ്ങനെ ലോകത്തുള്ള സകല കളറുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ നീളം കണ്ടോ? ഇങ്ങനെ കിടക്കുമല്ലേ, കാണണം പോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുമല്ലേ. നമ്മൾ ഈ കൊടി തിരുവനന്തപുരത്ത് നിന്ന് ഒരറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങേ അറ്റം അവിടെ വരുമെന്ന് അറിയാം, അങ്ങ് കാസർഗോഡ് വരെ കാണും. അത്ര നീളമുണ്ട്. അത് നല്ലതല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, വർഗീയത ഇല്ലാത്ത ഘടകകക്ഷികളുമായിട്ട് കൂട്ടി ചേരുന്നതിൽ എന്താ കുഴപ്പം? ആ കൊടിക്കകത്ത് വർഗീയതയുള്ള ഒരൊറ്റ പാർട്ടിയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മാഷി ഇട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. വർഗീയതയുള്ള ഒരൊറ്റ പാർട്ടിയെ പോലും കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ കാണത്തില്ല. അതാണ് UDF. അതാണ് UDFൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അല്ലാതെ BJPനെ പോലെ അല്ല. അതൊക്കെ പോട്ടെ, ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് എങ്ങനെ സൗജന്യ യാത്ര കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതായത് ഈ കടം കയറി മുടിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കുന്ന ഈ സംസ്ഥാനം ഇനി 3700 കോടി രൂപ വീണ്ടും കടമെടുക്കാൻ പോകുന്ന ഈ സംസ്ഥാനം എങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ പേടിക്കണ്ട, നമ്മൾ നികുതി അങ്ങോട്ട് കൂട്ടും, അല്ലെ മദ്യത്തിൻ്റെ വില അങ്ങോട്ട് കൂട്ടും, ലോട്ടറിയുടെ വില കൂട്ടും. നമ്മുടെ അടുത്ത കളി കുറച്ചും കൂടെ നികുതി ഭാരം എടുത്തിട്ട് ജനങ്ങളുടെ തലയിൽ ഒരു ഡിം എന്നും പറഞ്ഞ് എടുത്തു വെക്കും. എന്നിട്ട് KSRTCയിൽ അങ്ങോട്ട് സൗജന്യ യാത്ര അനുവദിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? അല്ല, ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മറ്റുള്ള സംസ്ഥാനങ്ങളെ, അതായത് ആന അപ്പിടുന്നത് കണ്ടിട്ട് അണ്ണാൻ അപ്പിടുന്നു പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് 4 പാടും വരുമാനമാണ്. അതുപോലെ വ്യവസായ സംരംഭങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ ആകെപ്പാടെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ വരുമാനം തന്നെ മദ്യം, ലോട്ടറി. ഇത് വെച്ചിട്ടാണ് ഇനി KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ, ഇങ്ങനെ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത്. സമ്മതിക്കണം. അതൊക്കെ പോട്ടെ, കേരളത്തിൻ്റെ കടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിന് ഇതുപോലെ കടം സമ്മാനിച്ച LDF സർക്കാരിൻ്റെ ഒരു പഴയ പരസ്യം നമുക്ക് കാണാം. അല്ല, LDF സർക്കാർ മാത്രമല്ല കടം കയറ്റി മുടിഞ്ഞത്, ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചാണ് മൊത്തത്തിൽ കടം ആക്കിയത്. ഇപ്പോൾ LDF സർക്കാർ ലാസ്റ്റ് 10 വർഷം ഭരിച്ചപ്പോൾ അത് കുറച്ചും കൂടെ അങ്ങോട്ട് കൂട്ടിയെന്ന് മാത്രം. മറ്റവർ അത്രയും കയറ്റിയില്ലെങ്കിൽ പോലും ഇവരാണ് നല്ല സൂപ്പറായിട്ട് കടം ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പരസ്യം, ഒന്നല്ല 2 പരസ്യം കാണാം. 2 ഒന്ന് തന്നെയാണ് സാധനം, 2 പേര് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ. ബാറുകൾ പൂട്ടിയെന്നും കേരളത്തിൽ മദ്യപാനം കുറഞ്ഞുവെന്നും 306 ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ കൗണ്ടറുകൾ തുറന്ന് ഇഷ്ടം പോലെ വിദേശ മദ്യം വിൽക്കുന്നുണ്ട്. അതായത് ഓരോ മാസവും മദ്യവിൽപ്പന കൂടിക്കൊണ്ടേയിരിക്കുന്നു. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. LDF വരും, എല്ലാം ശരിയാകും. LDF വരും, എല്ലാം ശരിയാവും. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കിയല്ലോ അല്ലേ? സന്തോഷം. ഈ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കിയതിന് ശേഷം നമ്മുടെ LDF സർക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ 10 വർഷം കൊണ്ട് നടപ്പിലാക്കാത്ത കാര്യമാണ് ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. പാവപ്പെട്ടവനെ രക്ഷിക്കും, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ സാധ്യമാക്കും, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 10, 30, 40 വർഷം മുമ്പ് ഇത് തന്നെയായിരിക്കുമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ വരണം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാൽപ്പുഴ ഒഴുക്കും, നല്ല സൂപ്പറായിരിക്കും, ഞങ്ങളുടെ കേരള സംസ്ഥാനത്ത് ഞങ്ങൾ അങ്ങോട്ട് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാണ്ടല്ലേ അന്നും ഇറങ്ങിയത്. അതായത് ഈ പാവപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞല്ലേ അന്നും ഇവർ പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ 2026 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇമാതിരിയുള്ള സൗജന്യ വാഗ്ദാനങ്ങളാണോ നമുക്ക് വേണ്ടത്? അതോ കേരളത്തിലോട്ട് അതുപോലെയുള്ള വ്യവസായ സംരംഭങ്ങളും മറ്റുമൊക്കെ കൊടുത്തിട്ട് കേരളത്തിൽ ഇവിടെ നിക്ഷേപം കൊടുത്തിട്ട് കേരളത്തെ രക്ഷിച്ചെടുക്കുകയാണോ വേണ്ടത്? പിന്നെ അതുപോലെ തന്നെ കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണം. കൃഷിയുടെ കാര്യം ഇപ്പോൾ എന്തായി? ഇവിടെ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പഞ്ചായത്ത് വഴിയും മറ്റുമൊക്കെ ഇന്ന പോലെ തെങ്ങിൻ്റെ തൈ വന്നിട്ടുണ്ട്, മാവിൻ്റെ തൈ വന്നിട്ടുണ്ട്, പിന്നെ വാഴത്തൈ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പഞ്ചായത്ത് തോറും ഇങ്ങനെ വിതരണം ചെയ്യുന്നതല്ലാതെ ഇവന്മാരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കൃഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 LDFിൻ്റെ പ്രകടന പത്രികയിൽ അവർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കൃഷിയിൽ സ്വയം പര്യാപ്തത. അതായത് മോഡേൺ ആയിട്ടുള്ള കൃഷി കൊണ്ടുവരുമെന്നോ മറ്റൊന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അതെന്തായി? 2021 വന്നപ്പോൾ അവരുടെ പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മുട്ട, പാൽ, പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. വന്നല്ലോ അല്ലേ? സ്വയം പര്യാപ്തത വന്നല്ലോ. ആ സ്വയം പര്യാപ്തത വന്നു. ഏതിലാണെന്നറിയോ? മദ്യത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഭയങ്കര സെറ്റപ്പാണ്, പുതിയ ബ്രാൻഡുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ആ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇനി അടുത്തൊരു 5 വർഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു 5-6 ബ്രാൻഡും കൂടെ ഇറക്കുന്നതായിരിക്കും. ഒരുപാട് വ്യവസായ സംരംഭങ്ങളും നിക്ഷേപങ്ങളും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കേരളത്തെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? തർക്കം ഉണ്ടെങ്കിൽ അത് ചുമ്മാ പറഞ്ഞാൽ പോരാ, മറ്റേത് രീതിയിൽ നാടിനെ രക്ഷിക്കൂ എന്നുകൂടി പറയണം. ശരി, വ്യവസായ സംരംഭങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നാട് രക്ഷപ്പെടത്തുള്ളൂ എന്നാണ് നിങ്ങളുടെ ഉത്തരമെന്നുണ്ടെങ്കിൽ ആര് ഭരണത്തിൽ കയറിയാലാവും വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വരിക? ഒന്നാലോചിച്ച് നോക്ക്. LDF സർക്കാർ വീണ്ടും കയറി കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു നിക്ഷേപം കൊണ്ടുവരുമോ? അപ്പോൾ LDFോ UDF ഭരണത്തിൽ കയറിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ആരുടെയും പാർട്ടി അടിമയൊന്നുമല്ല. അയാൾക്ക് അയാളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ കേരളത്തിൽ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ശരിക്കും പഠിക്കും, ഇല്ലേ? അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ അവരൊന്ന് ഭയക്കോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറ. ഈ LDF ഈ 10 വർഷമായിട്ട് ഇവിടെ ഭരിച്ചിട്ട് എന്ത് വ്യവസായമാണ് ഇവിടെ കൊണ്ടുവന്നത്? ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി, ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വ്യവസായ സംരംഭം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? മറിച്ച് NDA ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വന്നിരിക്കും. ഇല്ലെങ്കിൽ അവർ വരുത്തും. അതിനും കാരണമുണ്ട്. കാരണം NDAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരള ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരള ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും കൈവിട്ട് പോകാതിരിക്കാൻ ഇവർ മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് മാക്സിമം കേരളത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം അവർ ചെയ്യും. ഈ പറഞ്ഞ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരും, കേരളത്തിനെ കടക്കണിയിൽ നിന്ന് ഇവർ രക്ഷിക്കുകയും ചെയ്യും. കാരണം കേന്ദ്ര ഭരണം കയ്യിലിരിക്കുന്നതുകൊണ്ട് ഈ കടക്കണിയിൽ നിന്നൊക്കെ കേരളത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെറും പൂ പറിക്കുന്ന ലാഘവ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് NDA വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ വ്യവസായ സംരംഭങ്ങളും മറ്റുമൊക്കെ കേരളത്തിൽ വരത്തുള്ളൂ. അല്ലാതെ കണ്ട വ്യവസായ സംരംഭങ്ങളെല്ലാം പൂട്ടിക്കുന്ന LDF വന്നു കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപകർ വരുമോ? വരും. ഇനി നിങ്ങൾ പറ, കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിച്ച് കേരളത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പുതിയ സർക്കാർ വരണോ, അതോ ഈ പറയുന്ന ഇടതനെയും വലതനെയും വീണ്ടും ഭരണം ഏൽപ്പിച്ചിട്ട് കേരളം വെറും മദ്യവും ലോട്ടറിയും മാത്രം വിറ്റ് കിട്ടുന്ന നികുതിപ്പണം കൊണ്ട് മുന്നോട്ട് പോയാൽ മതിയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്.